മീഡിയ വൺ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഒരുപാട് മേഖലകളിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും അങ്ങനെ ഒരുപാട് അതിലൊരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ ഒരു പൂർണ്ണാർത്ഥത്തിൽ നിർവഹിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കാരണം കഴിഞ്ഞ ഒരു 13 വർഷക്കാലങ്ങളിൽ നമ്മൾ എല്ലാ മേഖലകളിലും നമ്മുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. നമുക്ക് സാമ്പത്തിക മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വ്യാപാര മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക മേഖലയുടെ നട്ടലാണ്. മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് അത് കൊച്ചിയിൽ നടക്കാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തെ കേരളത്തിലെ ഏറ്റവും വലിയൊരു സംവാദ സംഗമത്തിന് മീഡിയ വൺ എന്ന് വെച്ചാൽ 3 വേദികളിലായി 15-ലധികം സെഷനുകൾ രജിസ്റ്റർ ചെയ്യുന്ന 1500 പ്രതിനിധികളാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ കോൺക്ലേവ് ഒരു മഹാസംഭവമാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കോൺക്ലേവിൽ ഏറ്റവും പ്രധാനം നിരവധി പ്രമുഖർ അവരുടെ ബിസിനസ് ആശയങ്ങളാണെങ്കിലും ബിസിനസ് തലത്തിലുള്ള സംവാദങ്ങളാണെങ്കിലും നടത്താനായി അതിൽ എത്തിച്ചേരുന്നു. അപ്പോൾ സദസ്സിനോട് സംവദിക്കാനായി സംസ്ഥാന ധനമന്ത്രി കെ ബാലഗോപാലും കൂടി എത്തുന്നുണ്ട്. പ്രമുഖരുണ്ട്, പക്ഷേ ധനമന്ത്രിയുടെ ഈ സംവാദമാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് സെഷൻ. സദ്യ അത് പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം സംവാദങ്ങളെയൊക്കെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുകൂടിയാണ്. കാരണം ധനമന്ത്രിക്കാണല്ലോ അക്കാര്യത്തിൽ ഒരു കൃത്യമായി അഭിപ്രായം പറയാൻ കഴിയും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോൺക്ലേവിന് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM നോളജ് പാർട്ട്ണറായതിനെയും സ്റ്റാർട്ടപ്പ് മിഷൻ പാർട്ട്ണറായതിനെയും മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ പരിപാടി നടക്കാനിരിക്കുകയാണ് കൊച്ചിയിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വിശേഷങ്ങൾ, അതിൽ ധനമന്ത്രിക്ക് എന്ത് പറയാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഒന്ന് അറിയാം. വാണിജ്യ വ്യവസായ മേഖലകളെക്കുറിച്ച് വലിയൊരു സംവാദം, അത്തരമൊരു പരിപാടിയാണ് മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ബിസിനസ് കോൺക്ലേവ്. ഈ പരിപാടിയുടെ പശ്ചാത്തലത്തിൽ എന്നോടൊപ്പം സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാലുണ്ട്. ഇത്തരത്തിലുള്ള സംവാദ സംഗമങ്ങൾ എന്തുകൊണ്ടും ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രയോജനം ചെയ്യുന്നതല്ലേ? തീർച്ചയായിട്ടും ഈ സംവാദങ്ങൾ, വിവിധ അഭിപ്രായങ്ങൾ, പുതിയ ആശയങ്ങൾ അതെപ്പോഴും നമ്മുടെ ഏത് നാടിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ സഹായകരമാണ് ഇത്തരം ചർച്ചകൾ. കാരണം വാണിജ്യരംഗത്തുള്ളവർ, വ്യവസായികൾ, അവരുടെ പങ്കാളിത്തം ഉണ്ടാവും. അതുപോലെ അവരുടെ സംഘടനകൾ, ഇപ്പോൾ അവരുടെ വിവിധ സംസ്ഥാനതല അഖിലേന്ത്യാതല സംഘടനകളുണ്ട്. വാണിജ്യം പ്രൊമോട്ട് ചെയ്യുന്നതിന് വ്യവസായവും വാണിജ്യവും കൊമേഴ്സും ഇൻഡസ്ട്രിയും പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള സ്ഥാപനങ്ങളുണ്ടാവും. ഇതിനെ സംബന്ധിച്ച് പറയുന്ന അക്കാഡമിഷ്യൻസ് ഉണ്ടാവും. അവർക്ക് എങ്ങനെയാണിത് തിയറട്ടിക്കലി ഇതിൻ്റെ സാധ്യതകളെ പറ്റി പറയാൻ പറ്റും. സ്വാഭാവികമായി ഇത് നടപ്പിലാക്കേണ്ടത് പഞ്ചായത്ത് മുതൽ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിലുള്ള ഗവൺമെൻറ്റുകളുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം, രാഷ്ട്രീയ പ്രവർത്തകർ നിലയിൽ മന്ത്രിമാരും MLA-മാരും അടക്കമുള്ളവർ, MP-മാരടക്കമുള്ളവരുണ്ടാവണം. ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരു നയത്തെ സംബന്ധിച്ചുള്ള കാര്യം വരിക. ആഫ്രിക്ക ഉൾപ്പെടെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മലയാളി ബിസിനസ്സുകാരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പെർട്ടൈസ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയാണ് ലോകത്ത് മറ്റ് പല രാജ്യങ്ങളിലും ഇത് നടക്കുന്നത്, നമ്മുടെ ഇവിടെ എന്താ സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ ഇത്തരം കോൺക്ലേവുകൾ വളരെ പ്രധാനമാണ്, ചർച്ചകൾ പ്രധാനമാണ്. മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ഈ ബിസിനസ് കോൺക്ലേവിൻ്റെ നോളജ് പാർട്ണറായിട്ടുള്ളത് കോഴിക്കോട് IIM ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് പാർട്ണറായിട്ടുള്ള സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്റ്റാർട്ടപ്പ് മിഷനാണ്. ഇത്തരം ആളുകൾ കൂടി ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നു എന്നത് വലിയ ആശാവഹമായ കാര്യമല്ലേ? അതെ, ഈ IIM, കോഴിക്കോട് IIM ഇന്ത്യയിലെ പ്രമുഖമായ IIM-കളിലൊന്നാണ്. മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുമ്പം പരിമിതമായ ഒരു മേഖലയിൽ മാത്രമല്ല അവർ നിൽക്കുന്നത്. പലപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിനെ തന്നെ പല കാര്യങ്ങളും സഹായിക്കുന്നതിനുള്ള സ്റ്റഡി നടത്താറും റിപ്പോർട്ട് നൽകാറുമുണ്ട്. അവരുടെ കുട്ടികൾ ഏറ്റവും പുതിയ ആശയങ്ങളുള്ള കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്നതാണ്. അധ്യാപകരുണ്ട്. അവരുടെ അനുഭവങ്ങളും പരിചയസമ്പന്നതയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ ജോലി മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നത് മാത്രമാണ് തങ്ങളുടെ ഭാവിയെന്ന് കരുതിയ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയെ ഞങ്ങൾക്കൊരു പ്രസ്ഥാനം തുടങ്ങാം, അത് പറ്റും, അതൊരു മാന്യതയുള്ള കാര്യമാണ്, വിജയിക്കും, അതിനുള്ള വലിയ പശ്ചാത്തലവും സപ്പോർട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ട് എന്നുള്ള ധാരണ ഇപ്പോൾ ഉണ്ട്. അതിനൊരു വലിയ പങ്ക് വഹിക്കുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെയാണ്. അപ്പോൾ ആ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ അനുഭവം കൂടി വിശദീകരിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ചർച്ചകളിൽ വരുന്നതും വളരെ നന്നായിരിക്കും. ഒരു മാധ്യമ സ്ഥാപനം ഇത്തരമൊരു സംവാദം, അതും കേരളത്തിലെ തന്നെ ഒരു വലിയ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ മാധ്യമ സ്ഥാപനം ഇത്തരമൊരു സംരംഭവുമായി മുന്നോട്ട് വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അത്തരമൊരു പ്രോത്സാഹനം ഏത് തരത്തിലാകും? നമ്മുടെ നാട്ടിൽ മാധ്യമ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള പല ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ മീഡിയ വൺ ചെയ്യുന്നത് പോലെ തന്നെ ബിസിനസ് കോൺക്ലേവുകൾ, വിവിധ മേഖലകളെ പറ്റിയുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവുന്നുണ്ട്. സർക്കാർ അക്കാര്യത്തിനകത്തെല്ലാം പോസിറ്റീവായ നിലപാട് തന്നെയാണ്. കൂടുതൽ ആശയങ്ങൾ വരുന്നത് എപ്പോഴും ജനങ്ങൾക്ക് നല്ലതാണ്. സർക്കാരിന് അത് നടപ്പിലാക്കാൻ എത്ര ആശയങ്ങൾ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ സർക്കാരും ജനങ്ങളും മീഡിയയും എല്ലാം ഇതിൻ്റെ ഓരോ ഭാഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പിന്തുണയും എപ്പോഴും സർക്കാരിൻ്റെ ഉണ്ടാവും.